നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 6-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ കടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെയായിട്ട് കോഴിക്കോട് ജില്ലയിലും ഓറഞ്ച് അലേർട്ടായിരിക്കും. ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് ഈ ജില്ലകളിൽ സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും നാളെ 7-ാം തീയതി എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ടായിരിക്കും. മറ്റന്നാൾ ജൂലൈ 8-ാം തീയതി എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 9-ാം തീയതി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രവചിച്ചിരിക്കുന്നത്. മഴയ്ക്ക് പുറമെയായിട്ട് തീരദേശങ്ങളിലും കടുത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെയൊക്കെ തന്നെ തീരങ്ങളിൽ വരും മണിക്കൂറുകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ശക്തമായ തിരമാലകൾ അടിച്ചു കയറാൻ സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളുമൊക്കെ തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളെയും അവയുടെ സാമ്പത്തിക വിഭാഗങ്ങളെയും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് വാട്സാപ്പ് വഴി പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങളുമായി സ്ഥിരമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന കസ്റ്റമർമാരുടെയോ സപ്ലയർമാരുടെയോ ഒക്കെ തന്നെ ഹാക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ ഇതിനായിട്ട് വലവിരിക്കുന്നത്. വിശ്വസ്തരായിട്ടുള്ള ആളുകളിൽ നിന്നാണെന്ന വ്യാജേന സ്ഥാപനങ്ങളിലെ അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന പേരിൽ .vbs പോലെയുള്ള അപകടകരമായിട്ടുള്ള എക്സ്റ്റൻഷനോടുകൂടിയ സ്ക്രിപ്റ്റഡ് ഫയലുകളൊക്കെ തന്നെ വാട്സപ്പ് വഴി അയച്ചു നൽകുന്നതാണ് ഇവരുടെ രീതി. ഇത്തരത്തിൽ വരുന്ന ഫയലുകൾ യാതൊരു മുൻകരുതലുമില്ലാതെ തുറക്കുന്നതോടെ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറിൽ മാൽവെയറുകളൊക്കെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും സിസ്റ്റത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പുകാർ കൈക്കലാക്കുകയും ചെയ്യുന്നു. തുടർന്ന് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക വിവരങ്ങളും രഹസ്യ കോഡുകളുമൊക്കെ തന്നെ ചോർത്താനും വൻതോതിൽ പണം തട്ടിയെടുക്കാനും ഇവർക്ക് ഇതുവഴി സാധിക്കും. ഇത്തരം അപകടകരമായിട്ടുള്ള സൈബർ കെണികളിൽ പെടാതിരിക്കാനായിട്ട് സ്ഥാപനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനൊക്കെ ആയിട്ട് ബിസിനസ് ഉടമകളും ജീവനക്കാരും പൊതുജനങ്ങളും കർശനമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കേണ്ടതും അപരിചിതമായിട്ടുള്ള ഫയലുകളോ ലിങ്കുകളോ യാതൊരു കാരണവശാലും തുറക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച VBG റാംജി പദ്ധതി രാജ്യത്ത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെയൊക്കെ തന്നെ ഭൂമിയിൽ ഇനി മുതൽ തൊഴിലുറപ്പ് ജോലികൾ അനുവദിക്കില്ല എന്ന പ്രധാനപ്പെട്ട ഭേദഗതിയോടെയാണ് നിരവധി മാറ്റങ്ങളുമായിട്ട് ഇപ്പോൾ ഈ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൊഴിലാളികൾക്ക് ആശ്വാസമേകുന്ന രീതിയിൽ വർഷത്തിൽ ലഭിക്കുന്ന തൊഴിൽ ദിനങ്ങളാകട്ടെ 100-ൽ നിന്നും 125 ദിവസമായിട്ട് ഉയർത്തുകയും വേതനത്തിൽ തന്നെ വർധനവ് വരുത്തുകയും ചെയ്തതോടുകൂടി കേരളത്തിലുള്ള തൊഴിലാളികൾക്ക് ഇനി മുതൽ പ്രതിദിനമാകട്ടെ 401 രൂപ കൂലിയായിട്ട് ലഭിക്കുന്നതാണ്. നേരത്തെ 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയിരുന്ന പദ്ധതിയായിരുന്നു ഇതെങ്കിൽ ഇപ്പോൾ ഈ പുതിയ മാറ്റത്തോടുകൂടി ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് മാറുകയും ചെലവിൻ്റെ 60% വിഹിതം കേന്ദ്രവും 40% വിഹിതം സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടതായിട്ട് വരുന്നത്. നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് തുടർന്നും ജോലി ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ പുതിയ അംഗങ്ങൾക്ക് ഇതിലേക്ക് ചേരാനുള്ള അവസരവുമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പുതിയ VBG റാംജി പദ്ധതിയുടെ ജോബ് കാർഡുകൾ വിതരണം ചെയ്യുന്നതുവരെ നിലവിലുള്ള തൊഴിലുറപ്പ് കാർഡുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പുറമെയായിട്ട് ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും കൂടുതൽ സുഗമമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിലുകൾ ലഭ്യമാക്കാനും ക്രമക്കേടുകൾ തടയുന്നതിനായിട്ട് ബയോമെട്രിക് പഞ്ചിങ്, ജിയോസ്പേഷ്യൽ ട്രാക്കിംഗ് എന്നിവയൊക്കെ നടപ്പിലാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ കേന്ദ്ര പദ്ധതിയിലുണ്ടായ ഈ വലിയ മാറ്റങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായിട്ട് കേരളത്തിൽ രൂപീകരിച്ച ക്ഷേമോദി ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ കൂടി പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെയും അതുപോലെ തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെയും ഒക്കെ തന്നെ തൊഴിലാളികൾക്ക് ആനുകൂല്യം ഉറപ്പാക്കാൻ കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ച ഈ ഒരു ക്ഷേമനിധിയിൽ മാസം 50 രൂപ മാത്രം അംശാദായം വാങ്ങി കുറഞ്ഞത് 26 ലക്ഷം പേരെയെങ്കിലും ചേർക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പ്രവർത്തനം തുടങ്ങി 3 വർഷം പിന്നിടുമ്പോഴും ജില്ലാതലങ്ങളിൽ വിപുലമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടും കാര്യമായ ഫലമുണ്ടായില്ല.
ഇതുവരെ 17,742 പേർ മാത്രമാണ് അപേക്ഷിച്ചതും അതിൽ 14,415 അപേക്ഷകൾ അംഗീകരിച്ചതുമായ സാഹചര്യത്തിൽ വെറും 8,345 പേർ മാത്രമാണ് നിലവിൽ അംശാദായം അടച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ചേർന്നാൽ തങ്ങൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയും നിയമപ്രകാരം ഏതെങ്കിലും ഒരു പെൻഷന് മാത്രമേ അർഹതയുണ്ടാവുകയുള്ളൂ എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ BBG റാംജി പദ്ധതി വരുമ്പോൾ തങ്ങളുടെ തൊഴിൽ അവസരങ്ങളൊക്കെ തന്നെ ഇല്ലാതാകുമോ എന്നുള്ള ആശങ്കയുമാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ ഇതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള UDF സർക്കാരിൻ്റെ പ്രിയദർശിനി പദ്ധതി കടുത്ത വരുമാന നഷ്ടമുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഡീസൽ വില വർധനവ്, അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ വേതനം, യാത്രക്കാരുടെ കുറവ് എന്നിവ മൂലം കോവിഡ് കാലത്തേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണിനും നിവേദനം നൽകിയിട്ടും പരിഹാരമാകാത്തതിനാലാണ് പണിമുടക്കിലേക്ക് കടക്കുന്നതെന്നും ബസ് ഉടമകളും തൊഴിലാളികളും വ്യക്തമാക്കുന്നു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെയും നേതൃത്വത്തിൽ തിങ്കളാഴ്ച ഇന്ന് കാസർഗോഡ് ജില്ലയിലും അതോടൊപ്പം തന്നെ വരും ചൊവ്വാഴ്ച 8-ാം തീയതി കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലും സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് ജില്ലാ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നുള്ള കടുത്ത സാമ്പത്തിക നഷ്ടം കാരണം ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലും പണിമുടക്ക് നടത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇതിനെല്ലാം മുന്നോടിയായിട്ട് ഈ മാസം 20 മുതൽ 26 വരെ സെക്രട്ടേറിയറ്റ് നടയിൽ ബസ് ഉടമകളും ജീവനക്കാരും ധർണ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം സ്വകാര്യ ബസ് മേഖലയിൽ നിന്നുള്ള എതിർപ്പ് ശക്തമായ പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിനായിട്ട് ഈ മാസം 13-ാം തീയതി സ്വകാര്യ ബസ് ഉടമകളുമായിട്ട് സർക്കാർ പ്രത്യേക ചർച്ച നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ചും പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ചും പഠിക്കാനായിട്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നിലവിലെ ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അവ സമഗ്രമായിട്ട് പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. അർഹരായിട്ടുള്ള പലർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുകയും എന്നാൽ അനർഹരായിട്ടുള്ള ചിലർ ഈ പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ടെന്നും ഇത് പരിഹരിച്ച് അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താനും അനർഹരായിട്ടുള്ള വ്യക്തികളെയൊക്കെ തന്നെ ഒഴിവാക്കാനുമായി ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവരുന്നത് സർക്കാർ ഇപ്പോൾ പരിഗണിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. വീടുകളിൽ എയർ കണ്ടീഷണർ ഘടിപ്പിച്ചതിൻ്റെ പേരിൽ പെൻഷൻ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ കൃത്യമായിട്ടുള്ള പരിശോധനകളൊക്കെ തന്നെ നടത്തുമെന്നും രോഗികളായിട്ടുള്ള കുടുംബാംഗങ്ങളുടെയൊക്കെ തന്നെ സംരക്ഷണാർത്ഥമാണ് ഇത്തരത്തിൽ AC വെച്ചിട്ടുള്ളതെങ്കിൽ അത്തരം കേസുകളിൽ അർഹമായിട്ടുള്ള ഇളവുകൾ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപയായിട്ട് ഉയർത്തുമെന്നത് UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നുവെന്നും ജനങ്ങൾക്ക് നൽകിയ ആ ഒരു ഉറപ്പ് യാതൊരുവിധ കാലതാമസവും കൂടാതെ ഉടൻ തന്നെ നടപ്പിലാക്കാനായിട്ട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 23 മുതൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ കടമെടുപ്പ് 21-ാം തീയതി നടക്കുന്നതിനാലാണ് അതിനുശേഷം പെൻഷൻ നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണയും 2000 രൂപ തന്നെയാണ് പെൻഷനായിട്ട് നമുക്ക് ലഭിക്കുക. പെൻഷൻ തുക 3000 രൂപയായിട്ട് ജൂലൈ മാസത്തിൽ ഉയർത്തിയെന്ന തരത്തിലൊക്കെ തന്നെ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തന്നെയും ഒറ്റയടിക്ക് അത് 1000 രൂപ വർദ്ധിപ്പിച്ച് 3000 രൂപയിലേക്ക് എത്തിക്കുമെന്നൊരു ഉറപ്പുകൂടി സർക്കാർ നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ 2026 ജൂലൈ 4 ഞായറാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ശനിയാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 13,450 രൂപയും പവന് 1,07,600 രൂപയിലുമാണ് ഞായറാഴ്ച വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതർ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.